ഇടാത്തത് തന്നെയാണ്. ഞാൻ എന്തായാലും നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രേക്ഷകരെ 9 മണിക്ക് സോങ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇതാ വന്നിരിക്കുകയാണ്. സംഗതി 9:12 പാട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഇനിയും കാത്തു നിൽക്കുന്നതായിരിക്കും. ഇറങ്ങട്ടെ, ഒരു 10 മിനിറ്റും കൂടി കേൾക്കാം. രജനി അണ്ണൻ്റെ ആയിപ്പോയില്ലേ, വെയിറ്റ് ചെയ്യാം. റെയിൽവേ സ്റ്റേഷനിലായിരുന്ന അനൗൺസ്മെന്റിന്റെ ആ സെഗ്മെന്റ് ആഡ് ചെയ്യും. എന്താ റിഗ്രറ്റ് ചെയ്യുന്ന എന്തോ സംഭവം പറയുന്നില്ലേ? എന്താ ആഡ്? ശരിക്കും ഞാൻ വെറുതെ ചിരിച്ചും പോയി, എനിക്ക് അറിയില്ല. പറയും. എനിക്ക് എക്സാക്ട് ഡയലോഗ് അറിയില്ല. അത് ശരി, കോമഡി പറയുന്നവനും അറിയില്ല, കേൾക്കുന്നവനും. അങ്ങനെയല്ലടാ, ഇൻകൺവീനിയൻസീസ് റിഗ്രറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ലേ? റെയിൽവേ സ്റ്റേഷനെ പരസ്യമോ? പരസ്യമല്ലടാ, ട്രെയിൻ ലേറ്റ് ആയാലും ഒരു അനൗൺസ്മെന്റ് വരുന്നില്ലേ? ഇൻകൺവീനിയൻസീസ് റിഗ്രറ്റഡ് പറഞ്ഞിട്ട്. അത് എന്തായിരുന്നു? യാത്രക്കാർക്ക് നേരിട്ട ഇതിൽ ഖേദിക്കുന്നു എന്തോ അല്ലേ? സോങ് ഇറങ്ങാത്തതിനുള്ള റിയാക്ഷൻ നമ്മളും ഇറക്കുന്നു. അത് ചെയ്യാം ആക്ച്വലി. എന്താ നമ്മുടെ സമയത്തിന് വിലയില്ലേ? നമ്മളെ പ്രേക്ഷകരുടെ സമയത്തിന് വിലയില്ലേ? വി കെയർ ഫോർ അവർ ഓഡിയൻസ്. എന്താണ് ബാക്കിയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്? ബിക്കോസ് വി കെയർ ഫോർ അവർ ഓഡിയൻസ്. അതാണ് നമ്മുടെ. കൊള്ളാം. ഇല്ല, ആ തരത്തിലുള്ള കെയർ മാമ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാനത് കൊടുക്കാറില്ല, ഞാൻ നിർത്തിയ പരിപാടി. സ്നേഹം വേണ്ടവർ മാമന്റെ ഐഡിയയിലേക്ക് പോകാവുന്നതാണ്, വാരിക്കോരി കൊടുക്കുന്നതായിരിക്കും. ഫിറ്റ്നസ് അറിവുകൾക്ക് വേണ്ടി പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് സാംവി. പിന്നെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചും സംസാരിക്കണമെങ്കിലും സംവാദത്തിൽ ഏർപ്പെടണമെങ്കിലും KVയെ ഫോളോ ചെയ്യുക. ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ കളിക്കാണ് യൂട്യൂബ് കാണുന്നെങ്കിൽ ആഴ്ച ഫോളോ ചെയ്യുക. ഏടാ, കളി മീൻസ് ഫൺ. അതെ, എല്ലായ്പ്പോഴും എല്ലാത്തിന്റെ ഇടയിലും ഉണ്ടല്ലോ. അതെ, ഫൺ. പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മുടെ ചാനൽ UA ആണ്. എന്ത് സംഭവിക്കും? മാമ ഒന്ന് റിഫ്രഷ് ചെയ്യടാ. ഇങ്ങനെ വരാത്ത സാധനം റീഫ്രഷ് ചെയ്ത് വരുത്തിക്കാൻ പറ്റോടാ കുട്ടാ? അനീന്റെ നമ്പർ ആരെടുത്താണുള്ളത്? അനിരുദ്ധേ. അനി നമ്മളെ അനിയന സ്നേഹത്തോടെ ഞങ്ങള് പിന്നെ പണ്ടേ അറിയുന്നവരായോണ്ടേ. വേഗം നമുക്ക് ലൈവ് പോയാലോ? വേണ്ടല്ലോ. KV ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ അന്ന് ലൈവ് പോയ സമയത്ത്? ഞാനും മാമനും ലൈവ് പോയി, പക്ഷെ പബ്ലിഷ് ചെയ്തിട്ടില്ല, ആരും കാണാനില്ലാത്തോണ്ട്. നോക്കട്ടെ, ഒന്ന് ലൈവ് പോയോക്കട്ടെ. നമ്മളെപ്പോഴും ലൈവ് അല്ല. മോനി മണി തിങ്കളാഴ്ച എവിടെ രവിയേട്ടോ? എന്റെ രവിയേട്ടോ, എന്റെ വിജയണ്ണനെ കൊട്ടെ. ഡയറക്ടർ മനോജ് പാലാടൻ, പ്രൊഡ്യൂസർ എബ്രാം ഖുറേഷി അല്ല, എബ്രാം മാത്യു. അതുപോലെ ഈ ഒരു മനോഹരമായ ഷോർട്ട് ഫിലിം ലെവൽ കഥ സംഭാഷണം എഴുതി വെച്ചിരിക്കുന്നത് കൃഷ്ണൻ പൂച്ചപ്പുര. മഹാദേവൻ തമ്പിയാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ചില സീനിലൊക്കെ ഫോക്കസ് ഔട്ട് ഉണ്ട്, ഇനി ബ്രില്യൻസ് ആണോ അറിയില്ല. ഒരു സീനിൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ അനൂപ് മേനോൻ എന്തോ സാധനം വാങ്ങിക്കോ ശിവബ്രഹ്മൻ്റെ കൂടെ. അപ്പോൾ ഒരു പ്രാധാന്യം ഇല്ലാത്ത ഏതോ ഒരു കളവൻ പുറകെ നിൽക്കുന്നു, അയാളെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നു. അനൂപിനെ ഫോക്കസ് ഔട്ട്. അതേപോലെ ചിലപ്പോൾ ബ്രില്യൻസ് ആയിരിക്കും, അറിയില്ല. എഡിറ്റർ സിയാൻ ശ്രീകാന്ത്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ മ്യൂസിക്കും ഒറിജിനൽ സ്കോറും ചെയ്തിരിക്കുന്നത് പ്രകാശ് ഉള്ളിയേരി. എന്തോ അത് എൻ്റെ പൊന്നോ, ഇതുപോലത്തെ വെറുപ്പിക്കൽ സ്കോറിങ്, ടൈറ്റിൽ കാർഡ് മുതൽ വെറുപ്പിക്കൽ പരിപാടി. ചിലപ്പോൾ ഈ പടത്തിന് മൂഡ് പിടിച്ച് ചെയ്തായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ സാധനം കേൾക്കുമ്പോഴേ ഇറിറ്റേഷൻ വന്നിട്ട് സഹിക്കാൻ പറ്റൂല. പിന്നെ കുറേ പാട്ടുകൾ, മഴപ്പാട്ടും മറ്റേ പാട്ടും സിന്ധിപ്പാട്ടും, അങ്ങനെ മൊത്തത്തിലുള്ള പരിപാടികൾ. ടൈറ്റിൽ സോങ്, ഇങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ ഒരു ലോഡ്, അതായത് മമ്മൂട്ടി, മോഹൻലാൽ ഇങ്ങനെ താഴേക്ക് വരും. ആ ഒരു ക്രോണോളജിക്കൽ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ ഇതിൻ്റെ, അതിൻ്റെ ഓർഡറിൽ ഇങ്ങനെ മലയാളത്തിലെ മുഴുവൻ നായകന്മാർക്കും മാത്രം നന്ദി. ഒരു ലോഡ് നന്ദി, കുറേ സംവിധായകർക്ക് നന്ദി. നന്ദി പ്രകാശനം കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പിൻഭാഗം പ്രശ്നം അങ്ങ് ക്ലോസപ്പിൽ ഇങ്ങനെ പോകുന്നത് കാണിച്ചു തരുമോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സെന്തിൽ രാജാമണി കലാഭവൻ മണി പടത്തിൽ, വിനയൻ്റെ കലാഭവൻ മണി പടത്തിൽ കലാഭവൻ മണിയായിട്ട് അഭിനയിച്ച അദ്ദേഹം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. രവീന്ദ്ര, നീ എവിടെ? എൻ്റെ രവിയേട്ടോ, എൻ്റെ വിഷയണ്ണനെ കൊട്ടെ. ഈ രവീന്ദ്രൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ഫ്രം OLX. അനൂപ് മേനോൻ ഇതിൽ ലാലേട്ടൻ തന്നെ, പക്ഷേ അറിയാലോ ലാലേട്ടൻ അത് വേറെ, ഇത് OLX. ഇതെന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ
കംപ്ലീറ്റ് ലാലേട്ടൻ അത് ചില സമയത്ത് എനിക്കൊന്നും തോന്നായില്ല, ഒരു ഇമിറ്റേഷൻ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ല അത് പണ്ട് തൊട്ടേ അനൂപിനെ കുറിച്ച് പറയുന്നുണ്ട്. പുള്ളി ലാലേട്ടന്റെ ഒരു ആ ഒരു സംഭവങ്ങൾ അനുകരിക്കുന്നുണ്ടെന്ന് പറയുന്നതാണ്. ചെറിയൊരു കാര്യം ചെയ്യട്ടെ, നമ്മളിത് വെറുതെ കാണണോ അതോ വീഡിയോ ഇടാൻ വേണ്ടി ചെയ്യണോ? വീഡിയോ ഉണ്ടാകാൻ വേണ്ടി ചെയ്യാം, ഞാൻ റെക്കോർഡിൽ ഇട്ടിരിക്കുന്നത്. ആഹാ, ആ നല്ല കാര്യാ. ഞാൻ വിചാരിച്ചു നിങ്ങൾ നേരം പോകാൻ വേണ്ടി ഓണാക്കി വെച്ചായിരിക്കുന്നു. അല്ലല്ല, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഞാൻ ഒരു ഭാഗത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂലി സോങ് വരുന്നുണ്ടോന്നുള്ളത്. പുള്ളി ബോധപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും പരിപാടിയൊക്കെ. പക്ഷേ ഡയലോഗ് ഡെലിവറി ഒക്കെ പക്ക. ഇതിൽ വെള്ളം അടിച്ചിട്ടുള്ള സീന്, ഇങ്ങനെ ഓടുന്ന സീൻ, ഓടി വീഴുന്ന സീന്, പുള്ളിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം ഒരു സീനിയർ സയൻറ്റിസ്റ്റാണ്, അഥവാ കാലാവസ്ഥാ നിരീക്ഷകൻ. അപ്പം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന ലെവലിലുള്ള ചില കോമഡികൾ ഇതിനകത്ത് കുറേ ഉണ്ട്. എനിക്ക് പ്രധാനമായിട്ടും ഭയങ്കര വിയോജിപ്പ് തോന്നിയിട്ടുള്ള കാര്യം, പൊതുവെ ഈ കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്ന സയൻറ്റിസ്റ്റുകളെ ഒരുമാതിരി കളിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നുണ്ട്. അങ്ങനെയല്ല, അവർ അത്രയും ജീനിയസ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അവരെ കോമാളികളാക്കുന്ന പോലെ ഇവരെന്തോ ഈ സിനിമയെ കാണിച്ചു വെച്ചേക്കുന്നത് ഈ പറഞ്ഞ പരിപാടി. അതായത് ദൂരദർശൻ എന്ന് വിളിക്കുന്നു, അപ്പം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് പോലെ സംസാരിക്കുന്നു. അങ്ങനെ അപ്പോൾ അനൂപ് മേനോൻ്റെ കഥാപാത്രം ഇത് പറഞ്ഞ സീനിയർ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കാലാവസ്ഥ പരിപാടികളൊക്കെ നടത്തി അതിൻ്റെ ലെവലിലുള്ള ഡയലോഗ്സ് അടിച്ച് കോമഡിയും പരിപാടികളൊക്കെ പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഞ്ഞി റോള്, കഞ്ഞി പറഞ്ഞാൽ ആ കഞ്ഞി റോള് പഴങ്കഞ്ഞിയായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അനൂപ് മേനോൻ. പുള്ളി എന്താ പുള്ളി കാണിക്കുന്നത്? ഒരു സീൻ ഞാൻ നോക്കുമ്പോഴും ഒരു കയ്യിൽ ഒരു ബാഗ്, ഒരു ബ്രീഫ് കേസ് പോലത്തെ ഒരു സാധനം, ട്രോളി പോലത്തെ സാധനം, അതിൻ്റെ കൂടെ പുള്ളി ദോശയും സാമ്പാറും എടുത്തിട്ട് ആ കൈ കൊണ്ട് തന്നെ ബാഗ് എടുത്തിട്ട് ഒളിച്ച് കളിക്കാൻ പോകുന്നു. എന്ത് ക്യാരക്ടർ അത്? അയ്യോ, ഇതെല്ലാം കണ്ടിട്ടുള്ള അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡയലോഗ് ഡെലിവറി ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ലാലേട്ടൻ മാനറിസംസ് അങ്ങനത്തെ പരിപാടിയെ പുള്ളി പിടിച്ചേക്കുന്ന ഡയലോഗ്സ് ഞാൻ പറഞ്ഞുതരാം. അനൂപ് മേനോൻ്റെ ചില ഡയലോഗ്സ് ആണേ. ഇടിയും മിന്നലും ചേർന്നൊരു മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പുള്ളി ഏത് ഡയലോഗ് പറയുമ്പോഴും ഒരു ഫിലോസഫിക്കലാണല്ലോ, ഒരു ഫിലോസഫിക്കലായിട്ടാണ്. പുള്ളി ഭൂമിയിലൊന്നുമല്ല, പുള്ളി ഫിലോസഫിക്കലായിട്ട് ഡയലോഗ്സ് പറയും. ഇടിയും മിന്നലും ചേർന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഭാര്യനെ സുഹൃത്തെ എന്ന് വിളിക്കും. സുഹൃത്തെ, ഭാര്യ വിളിക്കുന്ന സുഹൃത്തെ. ക്രിഞ്ച്, എന്ത് ക്രിഞ്ച് കഥാപാത്രങ്ങളല്ലേ സുഹൃത്തെ എന്നൊക്കെ ഭാര്യനെ. ഓക്കെ, അങ്ങനെ റിയൽ ലൈഫിനെ വിളിക്കുന്ന ആളുകൾ കാണുമായിരിക്കും. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു. ഇതൊക്കെയാണ് അനൂപ് മേനോൻ്റെ ഡയലോഗ്സ് ഇതിനകത്ത്. അയ്യോ എന്നെ പൊന്നെ, എന്താ പരിപാടി. പക്ഷേ മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാം കേട്ടോ. ആണ് ഇദ്ദേഹം തന്നെ ഒരു മലങ്കൾട്ട് ക്യാരക്ടേഴ്സ് ഇദ്ദേഹം ചെയ്യുന്ന മൊത്തം. ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ആറ്റിറ്റ്യൂഡും മറ്റേ ഡയലോഗ് ഡെലിവറിയും ലാലേട്ടൻ ഫ്രം OLX, അത് ആ രീതിയിൽ ആസ്വദിക്കാൻ രസമാണ്. ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഈ സിനിമ ആ രീതിയിൽ മലങ്കൾട്ടായിട്ട്. ഇനി കഥാനായിക പറ്റാറുള്ള സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതുകൊണ്ട് ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സിനിമകളിലും കയറി അഭിനയിക്കുന്ന ഷീലു എബ്രഹാമിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഷീലു എബ്രഹാമിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്തെങ്കിലും ഹിറ്റ് ഉണ്ടോ? എന്തെങ്കിലും പടം ഹിറ്റ് ആയിട്ടുണ്ടോ അവർക്ക്? ഹിറ്റില്ല, ഇതൊക്കെ ടാക്സിന്റെ അവരെന്നെ ഇന്റർവ്യൂവിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ടാക്സ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആണെന്നുള്ളത്. പിന്നെന്താ ആ വീഡിയോ അത് അടുത്ത ആഴ്ച ഇറങ്ങും. അതെ, പ്രേക്ഷകർക്ക് ഇതായിരിക്കും ചിലപ്പോൾ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയൊരു വീഡിയോ വരേണ്ട, അതിന് നമ്മൾ ഈ ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജിയെ കുറിച്ച് ഡെപ്തിൽ സംസാരിക്കും. ഡെപ്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെരിഫറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ വി ആർ മെൻഷനിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഞാൻ നോക്കട്ടെ അവരെ ഫിലിമോഗ്രഫി ഒന്ന് നോക്കട്ടെ. എബാം പ്രൊഡക്ഷൻസ് അല്ലത്, എബാം മൂവീസിന്റെ സിനിമകൾ കേട്ടോ മാമ. ഫസ്റ്റ് തന്നെ ഏതെങ്കിലും ഈ കേട്ട മൂവി ഉണ്ടോ എന്ന് പറയട്ടോ. സകല കലസല, പിന്നെ വീപ്പിംഗ് ബോയോ, കരയുന്ന ചെക്കൻ, സദൃശ്യവാക്യം. സദൃശവാക്യം അല്ല, എനിക്ക് ഇവരെ ഈ പടത്തിന്റെ പേര് വായിക്കുമ്പോ കോക്കിന്റെ എക്സ്പ്രഷനാ വരുന്നത്, നോക്ക്. സദൃശവാക്യം. പിന്നെ ഒന്ന് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടോ, പട്ടാഭിരാമൻ. പൊട്ടിയതാണെങ്കിലും കേട്ടിട്ടുണ്ട്. കേട്ട പടമാണ്, കേട്ടിട്ടുണ്ട്. പിന്നെ വിധി, വല്ലാത്ത വിധി.
അല്ല കനൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തതാ മോഹൻലാലിന്റെ. ഇത് IMDb കാണുന്ന എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. കനൽ 2015 ഇറങ്ങിയ കനൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ശുഭരാത്രി ഈ ഫ്ലോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസോ? പക്ഷെ എന്താ കഥ? അതിൽ ഒരു നീറ്റ് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, പുതിയ നിയമം. പുതിയ നിയമമായിരുന്നു പൃഥ്വിരാജിന്റെ? അല്ല മമ്മൂട്ടിന്റെ. ഞാൻ കണ്ടില്ല. മറ്റേ നയൻതാരി മമ്മൂട്ടിയായിട്ട് ചെയ്യില്ലേ, മറ്റേ കൊലപ്പെടുത്തുന്നേ, മറ്റേ വിലന്മാരെ മൂപ്പരെന്നെ ഇതാക്കും, തീർക്കും ആ സംഭവം. മറ്റേ നയൻതാരിനെ റേപ്പ് ചെയ്യും ആ പടം. അത് കുഴപ്പമില്ല. പിന്നെ സുരേഷ് ഗോപി 251 അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പടം ജോജു ജോർജിന്റെ. പിന്നെ നല്ല ഒരു പടത്തിന് പേര് വീക്കം. ഇംഗ്ലീഷിലാണോ? അല്ലല്ലോ. എടാ അയ്യോ, അതാർക്കും മനസ്സിലാവാതിരിക്കട്ടെ. അടുത്തൊരു ബാഡ് ബോയ്സ്. അതെ, അങ്ങനെ മോളിന്ന് താഴെ വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ബാഡ് ബോയ്സ് വീക്കം. മച്ചാന്റെ മലക പിന്നെ 2025 ഇറങ്ങിയൊരു പടം. പിന്നെ മറ്റേ KV മറ്റേ ഗുലുമാലിലെ തരികടയിലോ പറയില്ലേ, സ്റ്റാർ ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു സമ്മാനം. അതേപോലെ അടുത്തത് എടാ സോളോ ഇത് മറ്റേ ദുൽഖറിന്റെ സോളോ അല്ല, അത് നല്ല പടമായിരുന്നല്ലോ. അത് ഇവരാണോ? അതെ, അതാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അത് ഇവരാണോ ചെയ്തത്? അതൊരു നല്ലൊരു, അത് ദോഷം പറയാൻ പറ്റില്ല, അതൊരു നല്ലൊരു സാധനമായിരുന്നു. ബിജോയ് നമ്പ്യാരല്ലേ, നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. പിന്നെ രവീന്ദ്ര നീ എവിടെ? ഇതിന്റെ കറക്റ്റ് പബാം മൂവീസിന്റെ IMDb അല്ലാതെ കുറച്ചും കൂടി വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് ഉണ്ടോ അവരെ മൊത്തം ഒരു ഫിലിമോഗ്രഫി അറിയാൻ വേണ്ടിയിട്ട്? കിട്ടി. ഇതൊരു വെബ്സൈറ്റിലാണ്. ഇത് തന്നെ കനല്, സദൃശവാക്യം, വീപ്പിംഗ് ബോയ്, സോളോ വാസ് എ ഗുഡ് പ്രൊഡക്റ്റ്. അതൊരെണ്ണം ഉള്ളതുകൊണ്ട് തളി പറയാൻ പറ്റില്ല ഈ പ്രൊഡക്ഷൻ കമ്പനി. ശുഭരാത്രി, സ്റ്റാർ, വേറൊന്നും കാണിക്കുന്നില്ല ഇതിന്റെ അകത്ത്. അപ്പൊ പറഞ്ഞു വരുന്നത് മലയാള സിനിമയ്ക്ക് എല്ലാ കൊല്ലം ഇഷ്ടം പോലെ പടക്കങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നാണ്. മണി ഫ്ലോ ഉണ്ട്, അത്ര തന്നെ. ഇവരിത് സ്ട്രാറ്റജിയുടെ ഭാഗമായി ചെയ്യുന്നതുകൊണ്ട് അവർക്കും ലാഭം, വർക്ക് ചെയ്യുന്നവർക്കും ലാഭം. നഷ്ടം പ്രേക്ഷകർക്ക് മാത്രം 200 രൂപ കൊടുത്ത് അഥവാ പെട്ടുപോകുന്ന സിനിമ പാഷനേറ്റ് ആയിട്ട് ഇപ്പം ഈ സോളോ ഒക്കെ കണ്ടിട്ട് നല്ല ഇങ്ങനത്തെ പടമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വർത്തി ഇനഫ് മൂവി ആയിരിക്കും എന്ന് വിചാരിച്ച് തൻ്റെ കയ്യിലുള്ള 1000 രൂപയിൽ നിന്നുള്ള ഒരു 500 എടുത്ത് പടം കാണുന്ന ആൾക്കാർ പറ്റിക്കപ്പെടുന്നു. മലയാള സിനിമയെ രക്ഷിക്കാൻ കുറെ കഷ്ടപ്പെടുന്നു. അത് അങ്ങനെ അധികം പോകൂല. അത് നമ്മൾ ഈ വെറുതെ എന്തെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ അതൊരു സംഗതി ശരിയാണ്. കുറെ പേർക്ക് എംപ്ലോയ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇത്തിരി ക്വാളിറ്റിയും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഫേമസ്. മലയാളത്തിന് ഇപ്പം പൃഥ്വിരാജ് മലയാള സിനിമയുടെ അംബാസിഡർ എന്ന് പറയുന്ന പോലെ ഇവർക്കും മലയാള സിനിമയുടെ ഒരു അംബാസിഡർ ആവാം. ഇത്രയും നമ്പർ ഓഫ് മൂവീസ് ഇറക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്. ഇത്തിരി ഒരു ക്വാളിറ്റീൻ്റെ മുമ്പിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ മതി. ബാക്കി നമുക്ക് കാണാം. കോക്ക് എന്താ പറയുക, ഇല്ലെങ്കിൽ ഞാനായി പോകും വരെ വിമർശിക്കുന്നത്. അതിന്റെ കൂടെ ക്രിഞ്ച് പ്രോമാക്സ് ശീലപ്രമ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, അനുമേനോന്റെ കൊഞ്ചലും കോഴയിലും. പാട്ടെത്തി സുഹൃത്തുക്കളെ, നമ്മുടെ കൂലി സോങ് പാട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോവാം. Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.